പപ്പ എന്താണ് പപ്പ ഉണ്ടാക്കാൻ പോണത്? എന്ത്? ജാൽമുടി. ജാൽമുടി. ജാൽമുടി ഈസ് ബേസിക്കലി ബേൽപൂരി അല്ല പപ്പ? അത് ബംഗാളിയിലാണ് ജാൽമുടി പറയാ അല്ലേ? ബേൽപൂരി ഇങ്ങനെ മിക്സ്ഡ് മസാല ഒക്കെ ആയിട്ടല്ലേ നമ്മുടെ നോർത്ത്? എന്താടാ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ജാൽമുടിയാണ് ഗൈസ്. കഴിച്ചിട്ട് അറിയാം. ഈ ജാൽമുടി എന്ന് വെച്ചാൽ ബംഗാളിയിലാണ് ജാൽമുടി. ആക്ച്വലി ജാൽമുടി ഈസ് ലൈക്ക് മസാല ഇട്ടിട്ടുള്ള ഈ പൊരിയിൽ മസാല ലൈക്ക് ഭേൽപൂരി ആൻഡ് ഓൾ അങ്ങനെ. ഇതിന്റെ നടുക്കുള്ള the special ingredient കടുകെണ്ണ. പപ്പ അത്ര വലിയ കുക്കൊന്നും അല്ലെങ്കിലും പപ്പയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് കുക്കൊക്കെ ചെയ്യാനറിയാം. പപ്പ ഇപ്പോൾ ഗൾഫിൽ വന്നിട്ട് ഇപ്പം എത്ര 14-15-16 ഇയേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി അറിയില്ല. മോർ ദാൻ 14 ഇയേഴ്സ് ആയിട്ടുണ്ട്. സോ പപ്പയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് ഈ ഒരു ഈവനിങ് സ്നാക്കായിട്ട് പപ്പ ഈ ഒരു മസാല പൂരി പോലത്തെ സാധനം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ പപ്പയുടെ കൂടെ പപ്പയെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വയ്യിട്ട് ഇളക്കണേക്കാളും നന്നായിട്ട് കുറച്ച് നമുക്ക് മുളക് പൊടി ഇടാം. ടേസ്റ്റ് വൈസ് കേട്ടോ. അത് ഫുള്ളിട്ടോ. ഇത് ഒരു അമാൽഗമേഷൻ. ഓക്കെ അമ്മയെ എന്ത് ജാൽമുടി കഴിപ്പിച്ചിട്ട് ഇറങ്ങും. നേരത്തെ ഞങ്ങൾ അമ്മയെ പിടിച്ച് വെച്ച് കഴിപ്പിച്ചതാണ് നിങ്ങൾ കണ്ടത്. അത് അമ്മയ്ക്ക് ചില കാര്യങ്ങൾ കഴിക്കാൻ അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു ടൈമും ഒരു പീസ് ഓഫ് മൈൻഡൊക്കെ വേണം. എന്നാലേ അമ്മയ്ക്ക് അത് ടേസ്റ്റ് ചെയ്യാനും അമ്മ നിൽക്കുള്ളൂ. അല്ലാതെ ചുമ്മാ അമ്മ എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞു അമ്മ ചെയ്യില്ല. ഇനി ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോകും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ. സോ ഈ വ്ളോഗിലൂടെ എൻ്റെ പപ്പേനെ പറ്റിയൊരു ചെറിയ ഇൻട്രോ ആണ് ഞാൻ തരാൻ ഉദ്ദേശിച്ചത്. ഇത്രയും നാളും എൻ്റെ വ്ളോഗ്സിലൊന്നും ഇവരില്ലായിരുന്നു. ഇവരെ പറ്റിയിട്ട് അധികം പറയാനുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. സോ ദിസ് ഈസ് മൈ പപ്പ. പിന്നെ എൻ്റെ അമ്മ. പപ്പയും അമ്മയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. പപ്പയ്ക്ക് എപ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെപ്പോഴും ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പപ്പയുടെ ഇഷ്ടം. സോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഹാപ്പി ഫാമിലി. ഇനിയും ഞങ്ങളുടെ ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യും. So until then, keep watching my videos. Bye bye and have a nice day.